എട്ടാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സങ്കടമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ദേഷ്യമുണ്ട്. കാരണം സർക്കാർ നിങ്ങളെ വളരെ വലിയൊരു കുഴിമാടത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ബിക്കോസ് ഈ വർഷം മുതൽ നിങ്ങളുടെ കൊല്ല പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 30% മാർക്ക് എന്ന് പറയുന്ന നിബന്ധന ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. നേരത്തെ ഇത് 10ാം ക്ലാസ്സിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സുകാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ നടപ്പിലാക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ മാത്രമാണ്. 9ാം ക്ലാസ്സിൽ ഇത് അടുത്ത വർഷവും 10ാം ക്ലാസ്സിൽ ഇത് അതിൻ്റെ പിറ്റത്തെ വർഷം, അതായത് 2027 ഇത് എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. പക്ഷേ 8ാം ക്ലാസ്സുകാർക്ക് ഇത് എന്ത് ചെയ്യും, ഈ വർഷം മുതൽ നടപ്പിലാക്കും. എന്ന് വെച്ചാൽ അതായത് 40 മാർക്ക് റിട്ടേൺ എക്സാം, അതായിരിക്കും നിങ്ങൾക്ക് കൊല്ല പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 40 മാർക്ക് റിട്ടേൺ എക്സാമും 10 മാർക്ക് സി മാർക്കും, അങ്ങനെ ടോട്ടൽ 50 മാർക്കിനായിരിക്കും നിങ്ങളുടെ വാല്യുവേഷൻ ഉണ്ടാവുക. ഈ 50 മാർക്കിൻ്റെ വാല്യുവേഷനിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 15 മാർക്കാണ്. ഈ 15 മാർക്കിൽ 10 മാർക്ക് സി മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അത് നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഓൾറെഡി എന്ത് ചെയ്യും, നിങ്ങൾക്ക് നൽകും. എല്ലാവർക്കും 10 മാർക്ക് സി മാർക്ക് കൊടുക്കും. സോ 10 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ നിങ്ങൾ 50ൽ 15 മാർക്ക് വേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്ര മാത്രം എഴുതിയെടുത്താൽ മതി, 5 മാർക്ക് മാത്രം എഴുതിയെടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾ വെറും 5 മാർക്ക് എഴുതിയെടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ആ 5 മാർക്കും ഈ സി മാർക്ക് 10ഉം ടോട്ടൽ എത്ര കിട്ടും, 15 മാർക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ 50 മാർക്കിൻ്റെ ഒരു വാല്യുവേഷൻ പേപ്പറിൽ 15 മാർക്ക് കരസ്ഥമാക്കിയാൽ നിങ്ങൾ പാസ്സാകും. പക്ഷേ ഇനി മുതൽ നേരത്തെ 5 മാർക്ക് എഴുതിയെടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഇനി മുതൽ 40 മാർക്കിൻ്റെ 30%, ഈ വർഷം മുതൽ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ 40 മാർക്കിന് ഒരു പരീക്ഷയിൽ നിങ്ങൾ 12 മാർക്ക് നേടിയെടുക്കണം. 12 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ. നേരത്തെ 5 മാർക്ക് എഴുതിയെടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ എഴുതിയെടുക്കേണ്ടത് 12 മാർക്കാണ്. ഇത് വളരെ വലിയൊരു അനീതിയാണ്. കാരണം ഇത് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഡയറക്റ്റ് 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, ഇത് നടപ്പിലാക്കുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാത്രം 40 പരീക്ഷയിൽ 5 മാർക്ക് എഴുതിയെടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 12 മാർക്ക് എഴുതിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമെന്ന് പറയട്ടെ. ഇവർ ഇതിനേക്കാൾ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാവും ഡയറക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. 9ാം ക്ലാസ്സിലെ കുട്ടികളെയും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം അവർക്കും ഇത് ഡയറക്റ്റ് നടപ്പിലാക്കിയാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. പക്ഷേ അതേ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നില്ല? 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്താ, മനുഷ്യ കുഞ്ഞല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. 8ാം ക്ലാസ്സിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെയാണോ? എനിക്കിതിൻ്റെ ലോജിക്ക് പിടി കിട്ടുന്നില്ല. എനിവേ അത് പോട്ടെ. ഇനി രണ്ടാമത്തെ ഒരു രസകരമായ വസ്തുത അതൊന്നുമല്ല. അതായത് അടുത്ത വർഷം മുതലാണ് 9ാം ക്ലാസ്സിൽ ഇത് നടപ്പിലാക്കുക. അതിൻ്റെ പിറ്റത്തെ വർഷം മുതലാണ് 10ാം ക്ലാസ്സിൽ ഇത് നടപ്പിലാക്കുക. എന്ന് വെച്ചാൽ ഈ വർഷം ഇത് 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രതിസന്ധി നിങ്ങൾ നേരിടാൻ നിർബന്ധിതരാണ്. അടുത്ത വർഷമാണ് ഇത് 9ാം ക്ലാസ്സിൽ നടപ്പിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തും. അടുത്ത വർഷം നിങ്ങൾ 9ാം ക്ലാസ്സിലാണല്ലോ. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത്, ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ പിറ്റത്തെ വർഷം നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നിർബന്ധിതരാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്കൻഡറി കാലഘട്ടം മൊത്തം 8, 9, 10 എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആവണം. 40 മാർക്കിൽ 12 മാർക്ക് നേടിയെടുക്കണം. എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. ഇത് നിങ്ങളെ സംബന്ധിച്ച്, ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോകുന്നുള്ളത് 150% ഉറപ്പാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സേ എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു മുന്നറിയിപ്പില്ലാതെ ഇത്രയും കാലത്തെ സിസ്റ്റത്തിനെതിരായിട്ട് പെട്ടെന്നൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അത് സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിവേ നമ്മൾക്കിപ്പോൾ നിലവിലൊന്നും ചെയ്യാനില്ല. നമ്മളെന്ത് ചെയ്യുക, കറക്റ്റ് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൽ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് പ്രതിഷേധം അറിയിക്കാം. മേ ബി സർക്കാർ ഇതിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാവാം. പക്ഷേ എനിവേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് 8ാം ക്ലാസ്സിൽ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ പണി പാളും എന്നുള്ളത് 150% ഉറപ്പാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ ഗുഡ് ബൈ.